أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻഷിഖാഖിലെ 13, 14, 15 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. ഇന്നഹു കാന, തീർച്ചയായും അവനായിരുന്നു, ഫീ അഹ്ലിഹി, അവൻ്റെ ആളുകളുടെ ഇടയിൽ, മസ്റൂറ, സന്തുഷ്ടനായിരുന്നു. അവൻ അവൻ്റെ ആളുകളുടെ ഇടയിൽ സന്തുഷ്ടനായിരുന്നു. ഇന്നഹു ലന്ന അല്ലൻ യഹൂർ. ഇന്നഹു ലന്ന, അവൻ വിചാരിച്ചിരുന്നു, അല്ലൻ യഹൂർ, ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ല എന്ന്. ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. ബല എന്നാൽ, ഇന്ന റബ്ബഹു, തീർച്ചയായും അവൻ്റെ റബ്ബ്, കാന ബിഹി ബസീറ, അവനെപ്പറ്റി നന്നായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സൂറത്തുൽ ഇൻഷിഖാഖ്, അതിൽ നമ്മൾ പറഞ്ഞു വച്ചത്, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ നേർക്കുനേരെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കും, മുന്നിൽ നിന്ന് കിട്ടും. ഇടത് കയ്യിൽ ഗ്രന്ഥം കയ്യിൽ ലഭിക്കുന്ന ആൾക്കാർ പിന്നിലൂടെ അവൻ്റെ കയ്യിലേക്കാണ് കുത്തി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നും പറഞ്ഞു. അപ്പോൾ ആ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആൾക്കാർ വളരെ സന്തുഷ്ടരായിരിക്കും, ഇടത് കയ്യിൽ കിട്ടുന്ന ആൾക്കാർ അവർ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് അള്ളാഹു പറയുന്നു, ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ. ഈ ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയ ആൾക്കാർ ഒരിക്കലും ഈ ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ, ഇനി ലോകാവസാനം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് വളരെ സന്തോഷത്തിൽ നിന്നിരുന്ന ആൾക്കാർ, അവന് ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ്റെ ആൾക്കാരുടെ ഇടയിൽ, അവൻ്റെ നാട്ടുകാരുടെ ഇടയിൽ, അവൻ്റെ കുടുംബത്തിൻ്റെ ഇടയിലൊക്കെ നല്ല സന്തോഷത്തിൽ കഴിയുന്നു. മാത്രമല്ല അവൻ്റെ ചിന്ത എന്താ, ഇന്നഹു ലന്ന അല്ലൻ യഹൂർ, ഒരിക്കലും ഒരു മടക്കം, ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഞാൻ എങ്ങോട്ടും പോകേണ്ടതില്ല, ആരോടും കണക്കൊന്നും പറയേണ്ടതില്ല, എന്തും ചെയ്യാം, എത്രയും ആസ്വദിക്കാം, ആരെയും ഉപദ്രവിക്കാം, ആരുടെ അടുക്കലെന്നും സാധനങ്ങൾ പിടിക്കുകയും അതുപോലെ തന്നെ അപഹരിക്കുകയും ഒക്കെ ചെയ്യാം, ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. ഈ കണക്കാരോടും പറയേണ്ടതില്ല എന്നായിരുന്നു ഒരു ധാരണ. ബല, എന്നാൽ സംഭവം എന്താ, ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവൻ്റെ റബ്ബ് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ അവൻ്റെ ഭാവവും അവൻ്റെ നോട്ടവും അവൻ്റെ സംസാരവും അവൻ്റെ ചെയ്തികളും ഒക്കെ അള്ളാൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പടച്ചവൻ അങ്ങനെ നോക്കിയിരിക്കുക. എന്ത്? കാരണം അവനൊരു അവധിയുണ്ട്, ആ അവധി വരെ മാത്രമേ അവന് ഈ വിളങ്ങി നടക്കുകയുള്ളൂ എന്ന് അള്ളാഹ്ക്കറിയാം. ആ അവധിയിൽ എത്തുന്നത് വരെ അള്ളാഹു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു ഒരിക്കലും തന്നെ അവൻ്റെ കാര്യത്തിലൊന്നും പെട്ടെന്ന് ഇടപെട്ടെന്ന് തോന്നൂല. പക്ഷേ ഒരു അവധി, ആ അവധിയിലെത്തുമ്പോൾ അള്ളാഹു അവനെ മുഴുവനായിട്ട് കൊണ്ടെടുക്കും, അവൻ്റെ മരണം സംഭവിക്കും, പിന്നെ അവനെ കൊണ്ടുപോയി ഏതെങ്കിലും ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കും. പിന്നീട് അള്ളാഹിൻ്റെ വിധി വരുമ്പോൾ എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവനും എഴുന്നേൽക്കും, അവനും ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ സന്നിഹിതനായിരിക്കും. അപ്പോൾ അവൻ ഒറ്റക്കായിരിക്കും. നേരത്തെ അവൻ്റെ ആളുകളുടെ നല്ല സന്തുഷ്ടനായിരുന്നു, പക്ഷേ ഇപ്പം അവൻ്റെ എല്ലാ കാലം കഴിഞ്ഞു, അവൻ്റെ ചെയ്തികളൊക്കെ അവസാനിച്ചു. ഇനി അവൻ വിചാരണയെ അഭിമുഖീകരിക്കണം. ഈ ഒരവസ്ഥ നമുക്കും വരും. നമ്മളും ആ പറഞ്ഞിട്ടുള്ള നാട്ടുകാരുടെയിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെ നമ്മൾ വിളങ്ങി നിന്നിട്ട് വിജയഭാവത്തിൽ നിന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾക്ക് അള്ളാഹു മുന്നിൽ എല്ലാം കാണുന്നു. ബലായിൻ്റെ റബ്ബഹു കാന ബിഹി ബസീറ, അവനെ പരിശരിക്ക് അള്ളാഹു കാണുന്നുണ്ട് എന്ന വിചാരം, ആ വിചാരം നമുക്കുണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വല്ലാതെ ഒന്നും മറ്റുള്ള ആൾക്കാർക്കൊന്നും ഉപദ്രവമില്ലാത്ത രൂപത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുവാനാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.